ഉന്മേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണുകളടച്ച് രണ്ട് കരങ്ങളും അല്പം ഉയർത്തിപ്പിടിച്ച് നിങ്ങളത് വിശ്വസിക്കണം. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഈ സമയത്ത് അത് പ്രഖ്യാപിക്കണം. നിങ്ങൾ നിൽക്കുന്ന ഏത് അന്തരീക്ഷമാണെങ്കിലും, പ്രത്യേകിച്ച് ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന അനേകർ ജോലി സ്ഥലത്ത് ആയിട്ടുണ്ട്, വീടുകളിലുണ്ട്, ചില കൂട്ടായ്മകളിലുണ്ട്. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, നിന്റെ ശരീരം ഇത് യേശുവിൻ്റെ സ്വന്തമാണ്. സാത്താന് ഇവൻ്റെ മേൽ അവകാശമില്ല. നീ നിന്നോട് തന്നെ പറയുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിലുള്ള അനേക പീഡകൾ വിട്ടുമാറും. ചില രോഗപീഡകൾ നിന്നെ ശല്യം ചെയ്യുന്നുണ്ടല്ലോ, നിന്നെ ചില കുടുംബത്തിൽ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് നിന്റെ ശരീരത്തെ നിന്നെ ഭാരപ്പെടുത്തുന്ന സകല പീഡകളും നിർവീര്യമാക്കാനുള്ള വലിയൊരു സംരക്ഷണ പ്രാർത്ഥനയാണ്. ഓരോ വ്യക്തിയും അത് വിശ്വസിക്കണം, ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കാൽവരി മലയിൽ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ തിരു രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങിയവനെ നിന്നെ ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. സാത്താന് എന്റെ മേൽ അവകാശമില്ല. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. എന്നെ പീഡിപ്പിക്കുന്ന, എന്നെ ശല്യപ്പെടുത്തുന്ന, എന്നെ നശിപ്പിക്കുന്ന സാത്താനെ എന്നെ വിട്ട് ദൂരെ പോവുക, എന്റെ ശരീരത്തെ വിട്ട് ദൂരെ പോവുക, എന്നെ രോഗം വിട്ട് ദൂരെ പോവുക. ഹല്ലേലൂയ. ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. നിനക്ക് എന്റെ മേൽ അവകാശമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ടൊന്ന് ഉയർത്തിപ്പിടിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും വിശ്വസിക്കുക. ഞാൻ ഇങ്ങനെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ കർത്താവേ, നിന്റെ മഹത്വം എൻ്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ ഞാൻ അനുഭവിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫ്രം ടോപ്പ് ടു ബോട്ടം നിങ്ങളുടെ ശരീരത്തിൽ ഏതൊക്കെ രോഗപീഠകളുണ്ടോ, ഏതൊക്കെ അസ്വസ്ഥതകളുണ്ടോ, ഈ ശുശ്രൂഷ സമയത്ത് നിങ്ങളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങൾ തൊട്ട് മുമ്പിൽ യേശുവിൻ്റെ കുരിശിനെ മനസ്സിൽ കണ്ടുകൊണ്ട്, യേശുവേ, ഇതാ ഞാൻ വിശ്വസിക്കുന്നു, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് നിന്റെ തിരു രക്തത്താൽ എനിക്ക് വിലയ്ക്ക് വാങ്ങിയല്ലോ. കർത്താവേ, ഇനിമേലിൽ ഈ ശരീരത്തിൽ സാത്താൻ അവകാശമില്ല. ഞാൻ നിന്റെ സ്വന്തമാണ് യേശുവേ, ഞാൻ നിന്റെ സ്വന്തമാണ് യേശുവേ, ഞാൻ നിന്റെ സ്വന്തമാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാ ദൈവജനവും കണ്ണുകളടച്ച് അല്പസമയം നമ്മൾ സ്തുതിക്കാൻ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നാവ് തുറന്ന് സ്തുതിക്കുമ്പോൾ എല്ലാ പീഡകളും വിട്ടുമാറും. പ്രത്യേകിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന സ്ഥലത്ത് പിശാചിന് നിൽക്കാൻ പറ്റില്ല. ദൈവത്തെ ആരാധിക്കുന്ന സ്ഥലത്ത് സാത്താന് അവിടെ നിൽക്കാൻ പറ്റില്ല. നീ നിൽക്കുന്ന സ്ഥലത്ത് യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് ആ അന്തരീക്ഷത്തിലുള്ള സകല തിന്മകളുടെ കെട്ടുകളും അഴിയപ്പെടും. ആ അന്തരീക്ഷത്തിലുള്ള സകല പൈശാചിക പീഡകളും വിട്ടുമാറും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ, നന്നായിട്ട് സ്തുതിക്കാൻ പോവാണ്. എന്തെല്ലാം പീഡകളുണ്ടെങ്കിലും, എന്തെല്ലാം ശാപങ്ങൾ ഉണ്ടെങ്കിലും, എന്തെല്ലാം അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും നീ വിശ്വസിക്കുക, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്, ഞാൻ യേശുവിൻ്റെ സ്വന്തമാണ്. എന്നെ തകർക്കാൻ സാത്താന് സാധ്യമല്ല. ഒരു തിന്മയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല, ഒരു അസ്വസ്ഥതയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നിനക്കറിയാവുന്നതുപോലെ സ്വരമുയർത്തി ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം, നിന്റെ നാവ് തുറന്ന് വിളിക്കുമ്പോൾ നിന്നിലേക്ക് അത്ഭുത ശക്തി വെളിപ്പെടും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോ, നാവ് തുറന്നോ, ഹൃദയം തുറന്നോ, ഈശോയെ എന്ന് വിളിച്ച് എല്ലാവരും സ്തുതിച്ചേ. നാവ് തുറന്ന് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ. പോരല്ലോ, കരങ്ങൾ ഉയരട്ടെ, നാവിന്റെ കെട്ടുകൾ അഴിയപ്പെടട്ടെ. ദൈവാരാധന ഉയരുന്നിടത്ത് സാത്താൻ ഇരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയം, നിന്നിലേക്ക് അഭിഷേകം വെളിപ്പെടുന്ന സമയം, നിന്റെ ചിന്തകളിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു, നിന്റെ ശരീരത്തിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു, നിന്റെ ജീവിത പശ്ചാത്തലത്തിലേക്ക് അഭിഷേകം വെളിപ്പെടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു മൈറ്റി അനോയിന്റിംഗ് ഇപ്പോൾ സംഭവിക്കട്ടെ. ഒരു മൈറ്റി പവർ നിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. കാറ്റടിക്കുന്ന അഭിഷേകം,
തീ കത്തുന്ന അഭിഷേകം ദൈവജനമേ നിന്നിലേക്ക് സംഭവിക്കുന്ന സമയം ഓരോ വ്യക്തിയും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പോരാ പോരാ പോരാ, കരങ്ങൾ ഉയർത്തി എന്റെ ഈശോയെ എന്ന് വിളിച്ച് ആരാധന 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 ആരാധന. ഇന്നത്തെ നമ്മുടെ പ്രതിസന്ധികൾ, ഭാരങ്ങളെ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈശോ നമ്മുടെ മുമ്പിൽ പ്രധാനമായും ഒരു 5 വഴികൾ ഒരുക്കി നൽകുകയാണ്. നമ്മളതൊന്ന് പഠിക്കാൻ പോവാണ്. നമ്മുടെ പ്രതിസന്ധികൾ, ഇന്ന് കടന്നു പോകുന്ന അവസ്ഥകളെ നമ്മൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അപ്പം അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ, നമുക്കിന്നുള്ള ഏതൊരു പ്രതിസന്ധിയെയും നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ നേരിടണം. നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മൾ നേരിടണം. നിന്റെ യുക്തി കൊണ്ട് നീ നേരിടാൻ ശ്രമിക്കരുത്. യുക്തി കൊണ്ട് നേരിടാൻ ശ്രമിച്ചാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. നിന്റെ ഇന്നത്തെ ക്രൈസിസിനെ വിശ്വാസം കൊണ്ട് നീ നേരിടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതാണ് ഒന്നാമത്തെ കാര്യം. എന്താണ് ചെയ്യേണ്ടത്? നിന്റെ ഇന്നത്തെ പ്രതിസന്ധിയെ എങ്ങനെ കൈകാര്യം ചെയ്യണം? വിശ്വാസത്താൽ നീ നേരിടണം. അതുകൊണ്ടാണ് പത്രോസ്ലീഹ നമ്മളോട് പഠിപ്പിക്കുന്നുണ്ട്. 1 Peter chapter 4 verse 12 and 13. 1 പത്രോസ് അതിൻ്റെ 4-ാം അധ്യായം. 1 Peter 4-ാം അധ്യായം. 1 Peter chapter 4 verse 12 and 13. 12ഉം 13ഉം തിരുവചനം നമുക്കൊന്ന് വായിച്ചാലോ? പത്രോസ്ലീഹ എന്താ പറയണെന്ന് വായിച്ചേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുകയാണ്. ഈ വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാമല്ലോ. വലതുകരം ഉയർത്തിപ്പിടിച്ച് വചനം ഒച്ചത്തിൽ ഏറ്റു പറഞ്ഞു കേട്ടോ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമുക്ക് അതിന്റെ കൃപ തരും. അതുകൊണ്ടാണ് നമ്മൾ വചനം ഏറ്റു പറയുന്നത്. ഒച്ചത്തിൽ പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഇന്നത്തെ നമ്മുടെ ഈ ക്രൈസിസ്, ഈ പ്രശ്നത്തെ വിശ്വാസം കൊണ്ട് നമ്മൾ നേരിടണം. വിശ്വാസത്താൽ നമ്മൾ അവയെ പിടിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യുക്തി കൊണ്ടാണെങ്കിൽ നമ്മൾ തകർന്നു പോകും. യുക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയ്ക്കകത്തുള്ള ബുദ്ധി അനുസരിച്ച് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച് കണക്ക് കൂട്ടിയിട്ടാണെങ്കിൽ നമ്മൾ വല്ലാണ്ട് തകർന്നു പോകും. ഉറക്കം കിട്ടിയാല. ഇന്ന് അങ്ങനെ കുറെ പേരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതായത് ഉറക്കം കിട്ടിയാല. നീ ഇങ്ങനെ ആലോചിക്കും തോറും എന്നാലും ഇത് ശരിയായില്ലല്ലോ. ശരിയായില്ല. ഇതിനെങ്ങനെ കണക്കാക്കണം? വിശ്വാസം കൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്താൽ നിന്റെ മുമ്പിൽ കൃത്യം കർത്താവിന്റെ കൃപ നിനക്ക് വെളിപ്പെടും. ഒച്ചത്തിൽ പറഞ്ഞേ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ കഴിഞ്ഞ ദിവസം പ്രാർത്ഥനയ്ക്ക് വന്ന ഒരു സഹോദരി എന്നോട് പറഞ്ഞത്, ആ സഹോദരി എന്നോട് പറഞ്ഞു, അച്ഛൻ ഇത് എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ എൻ്റെ പേര് പറയണ്ട, പക്ഷേ അച്ഛൻ എൻ്റെ കാര്യം പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സഹോദരി കരഞ്ഞുകൊണ്ട് പറയൂ, അച്ഛാ, എൻ്റെ ജീവിത പങ്കാളി, എനിക്ക് 2 മക്കളുണ്ട്, ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങളൊരു വേലക്കാരിയെ ഞങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി ക്രമീകരിച്ച് നിർത്തി. എന്നാൽ എൻ്റെ അത്രയും വിശ്വസ്തനായിട്ടുള്ള എൻ്റെ ജീവിത പങ്കാളി എന്നെ പറ്റിച്ചു, എന്നെ ചതിച്ചു. അച്ഛാ, ആ സ്ത്രീയുമായിട്ട്, വീട്ടിൽ വേലയ്ക്ക് നിർത്തിയിരുന്ന ആ സ്ത്രീയുമായിട്ട് ചില അവിഹിത ബന്ധങ്ങളിലേക്കൊക്കെ പോയി. ഞാൻ അറിഞ്ഞപ്പോൾ തകർന്നു പോയി. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛാ, എനിക്ക് മാനസിക വിഭ്രാന്തിയാണോ? എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ആലോചിക്കും തോറും എൻ്റെ ഉള്ളിൽ എൻ്റെ ഭർത്താവിനെ കൊല്ലാനുള്ള ദേഷ്യം. അയാൾ എന്നെ ചതിച്ചല്ലോ എന്ന് മാത്രമല്ല, എന്നോട് ഇത്രയും നാളും ഇയാളുടെ സ്നേഹം കാണിച്ചത് മുഴുവൻ അഭിനയമായിരുന്നു. ഈ ഭർത്താവിനോടുള്ള അരിശവും ദേഷ്യവും. അച്ഛാ, കുറേ നാൾ ഞാൻ ഇങ്ങനെ ഭാരത്തിലായിരുന്നു. ഇങ്ങനെ ഈ ഭാരപ്പെട്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം
അച്ഛാ, ഞാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയെക്കുറിച്ച് ഞാൻ വായിച്ചു വന്നു. പ്രത്യേകിച്ച് യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഞാൻ ധ്യാനിച്ചു. അച്ഛാ, ഞാൻ വളരെ അവിചാരിതമായിട്ട് എനിക്ക് കിട്ടിയൊരു വചനഭാഗമാണ് യേശുവിൻ്റെ കുരിശുമരണം. ഞാൻ ഈ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മുമ്പിൽ തെളിഞ്ഞു നിന്ന കുരിശ് എൻ്റെ ഭർത്താവാണ്. ഈശോ ആ കുരിശിൽ ഇങ്ങനെ ചേർത്ത് അള്ളിപ്പിടിച്ച് കടന്നതുപോലെ എൻ്റെ ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ബോധ്യം കിട്ടി. ഭർത്താവിനെതിരായി ഞാനിങ്ങനെ ചാടിക്കളിക്കുന്നത് കൊണ്ട്, ഞാനിങ്ങനെ വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് കുടുംബം മുന്നോട്ട് നീങ്ങത്തില്ല. അച്ഛാ, ഈ വീടിൻ്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കും. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവർ തന്നെ താളം തെറ്റി, ഞങ്ങൾ തമ്മിലുള്ള കലഹം, ഈ വീട് മുഴുവൻ ഒരു പൈശാചികതയുടെ അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് അച്ഛാ ആ വചനം വായിച്ചപ്പോൾ, യേശുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു കുരിശ് മുമ്പിലുണ്ടെന്ന്, ആ കുരിശിനെ അള്ളിപ്പിടിക്കണമെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. അച്ഛാ, അന്ന് മുതൽ ഞാൻ വിശ്വാസത്താൽ ഞാൻ ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. ആ സ്ത്രീയെ വീട്ടിൽ നിന്ന് പറഞ്ഞൊക്കെ വിട്ടു. അതിനുശേഷം ഞാനും എൻ്റെ ഭർത്താവും കുറേ ഹൃദയം തുറന്ന് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കുറേ കാര്യങ്ങൾ വെളിപ്പെട്ടു. എന്ന് മാത്രമല്ല, എനിക്ക് എൻ്റെ ഭർത്താവിനെ ഹൃദയം തുറന്ന് സ്നേഹിക്കാനായിട്ട് പറ്റിയത് ഞാൻ തല കൊണ്ട് ചിന്തിക്കാതെ ഹൃദയം കൊണ്ട് എൻ്റെ ഭർത്താവിനെ ഞാൻ സ്വീകരിച്ചപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസം കൊണ്ട് എൻ്റെ ജീവിത പങ്കാളിയെ അംഗീകരിക്കാൻ തുടങ്ങിയപ്പോൾ മുതലാണ്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് എന്തിനെന്നറിയോ? ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവരോട് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിത പങ്കാളി പറ്റിച്ചു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് ചില ഭാരങ്ങൾ ഉണ്ടായി. ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല, യോ തകർന്നു പോയി, അത്രമേൽ ഭാരം, ഉറക്കം കിട്ടില്ല, മാനസിക വിഭ്രാന്തി നിന്നെ പിടികൂടും, നിന്റെ താളം തെറ്റും, എല്ലാവരോടും പക. നീ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ എവിടെ ചെന്ന് അവസാനിക്കും? ഇതാ വചനം പഠിപ്പിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? നീ വിശ്വാസം കൊണ്ട് ഇതിനെ നേരിട്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് മാത്രമേ നിന്റെ മുമ്പിൽ വഴിയുള്ളൂ. ഇത് മാത്രമേ നിന്റെ മുമ്പിൽ വഴിയുള്ളൂ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരുപക്ഷെ മറ്റ് മതസ്ഥരായിട്ടുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. വിശ്വാസം കൊണ്ട് മാത്രമേ ഈ പ്രതിസന്ധിയെ നിനക്ക് നേരിടാൻ പറ്റുകയുള്ളൂ. വിശ്വസിക്കുന്ന ഒരു ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, ഈശോ നമ്മളെ പഠിപ്പിക്കുന്നത്, ഈശോ തന്റെ കുരിശുമരണത്തെ നേരിട്ടത് വിശ്വാസം എന്ന് പറയുന്ന ബലം കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഒരു കാര്യം, അതായത് നമ്മൾ ഈ സഹന പീഡകൾക്ക് വേണ്ടി സ്വയം നമ്മളൊന്ന് ഒരുങ്ങണം. ഇതിന് നമുക്കൊരു ഒരുക്കം വേണം. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളൊക്കെ കടന്നു പോകുമ്പോൾ നമുക്കൊരു സെൽഫ് അവയർനെസ്, സ്വയം ഒരു ശക്തി വേണം. ഈ യുദ്ധം ചെയ്യാനേ നമുക്കൊരു ശക്തി വേണം. ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞു വചനഭാഗമാണെന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 39-ാം തിരുവചനം. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26, മത്തായി 26 അതിൻ്റെ 39-ാം തിരുവചനം. മാത്യു 26 അതിൻ്റെ 39, 39. അവൻ അല്പദൂരം മുൻപോട്ട് ചെന്ന് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിച്ചു. എന്റെ പിതാവേ, സാധിക്കുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും അകന്നു പോകട്ടെ. ശ്രദ്ധിച്ചേ, ഈശോ ഗെത്സെമനിൽ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്വയം ശക്തിപ്പെട്ടതാണ്. ഇന്നത്തെ നിന്റെ പ്രതിസന്ധിയെ നിനക്ക് നേരിടണമെങ്കിൽ, ഈ സഫറിങ് സ്റ്റേജിനെ കൈകാര്യം ചെയ്യണമെങ്കിൽ നിന്റെ ഉള്ളിൽ നിനക്ക് അതിനുള്ള പവർ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. കുരിശുമരണത്തിന് മുമ്പ് ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചത് നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് പത്രോസ്ലീഹ പറയുന്നത് എന്താണ്? ഇതൊരു മാതൃകയാണ്, ഇതൊരു വിളിയാണെന്ന് നമ്മുടെ മുമ്പിൽ പത്രോസ്ലീഹ ലേഖനത്തിൽ കൃത്യമായിട്ട് പഠിപ്പിച്ചു. 1 പത്രോസ് 2:21 അതെന്താണെന്ന് ഈശോ പറയാണ്. ഗെത്സെമൻ തോട്ടത്തിൽ ഈശോ രക്തം വിയർത്ത് പ്രാർത്ഥിച്ചത് സ്വയം ബലപ്പെട്ടതാണ്, സ്വയം ബലപ്പെട്ടതാണ്. നിനക്കതിനുള്ള ശക്തി വേണം. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, സഹനത്തെ നേരിടാൻ നിനക്ക് ശക്തി വേണം. പറഞ്ഞു കൊടുത്തേ, സഹനത്തെ നേരിടാൻ ശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. പലരും ക്ഷീണിച്ചിരിക്കുക, ബലമില്ല.
ബലം വേണം, ആത്മീയ ബലം വേണം. റോമാലേഖനം, സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 5 വേഴ്സ് 3 and 4. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3ഉം 4ഉം തിരുവചനം വായിച്ചേ. ചാപ്റ്റർ 5 വേഴ്സ് 3 and 4 വായിക്കാം. മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. യെസ്, എന്തെന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. കണ്ടോ, വലതുകരം ഉയർത്തിപ്പിടിച്ച ഒച്ചത്തിൽ പറഞ്ഞേ, മാത്രമല്ല നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു. ഹല്ലേലൂയാ. ഇതെന്നിൽ സംഭവിക്കട്ടെ. ഒച്ചത്തിൽ പറഞ്ഞേ, ഇതെന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. അപ്പൊ നമുക്ക് പവർ വേണം. പ്രൈസ് ദി ലോർഡ്. എന്ത് വേണം? പവർ നമ്മുടെ ഉള്ളിൽ വേണം. ഈശോ നമ്മളോട് പറയാണ്, നിന്റെ ഉള്ളിൽ അതിനുള്ള കനല്, അതിനുള്ള തീ വേണം. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ പ്രതിസന്ധികൾ എങ്ങനെ കൈകാര്യം ചെയ്തെന്നറിയോ? അതായത് അക്സെപ്റ്റ് ടുഡേ സഫറിംഗ് വിത്ത് പേഷ്യൻസ്. ക്ഷമയോടെ ഈ പ്രശ്നത്തെ പരിഹരിക്കണം. ക്ഷമയോടെ ഈ സഹനത്തെ നേരിടണം. ക്ഷമ വേണം. ക്ഷമയോടെ ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയാ. നമുക്ക് ഏതെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിയുമ്പോൾ, വിചാരിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചാടി പിടിച്ച് ഉടനെ തന്നെ ബഹളം വെച്ചോ, അതല്ല. ക്ഷമയോടെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 53 വേഴ്സ് 7. യെശയ്യായുടെ പ്രവചനം 53 അതിന്റെ 7-ാം തിരുവചനം. 53:7. 53 ചാപ്റ്റർ 7, ചാപ്റ്റർ 53 വേഴ്സ് 7. യെസ്. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. അടുത്തും കൂടെ വായിച്ചോ. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പ്രൈസ് ദി ലോർഡ്. നിന്റെ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ എങ്ങനെ കൈകാര്യം ചെയ്യണം? നീ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, നിനക്ക് അതിനുള്ള ക്ഷമ വേണം. പറഞ്ഞു കൊടുത്തേ, അതിനുള്ള ക്ഷമ വേണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാന്തതയോടെ. ഈശോയ്ക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമായിരുന്നു, പക്ഷെ പ്രതികരിച്ചില്ലല്ലോ. ക്ഷമയോടെ. മൗനം എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിന്റെ കുടുംബത്തിൽ പ്രായോഗിക തലത്തിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കേണ്ട ഒരു കാര്യമാണ് ക്ഷമയോടെ. അതിപ്പോ പ്രശ്നം ഭാര്യ ഭർത്ത ബന്ധ പ്രശ്നം മാത്രമൊന്നും അല്ല കേട്ടോ, മറിച്ച് ഏതൊരു ഇഷ്യൂവും ശാന്തമാവും. നീ ക്ഷമയോടെ കൈകാര്യം ചെയ്യണം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം തിരുവചനം. ജോൺ ചാപ്റ്റർ 16 16-ാം അധ്യായം അതിന്റെ 33-ാം തിരുവചനം ഒന്ന് വായിച്ചാലോ. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. കണ്ടോ വചനം പറയാണ്, നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് നിങ്ങളോട് ഞാൻ ഇത് പറഞ്ഞത്. അടുത്തത്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും. എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അൾത്താരയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും പത്രോസ് ലീഹ പഠിപ്പിക്കുകയാണ്. 1 പത്രോസ് 2-ാം അധ്യായം 21-ാം തിരുവചനം. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. കണ്ണുകളടച്ച് 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത് ഈ വചന ഹൃദയത്തെങ്കിലേക്ക് സ്വീകരിക്കാം. ഇതിനായിട്ടാണ് ഞാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു എനിക്ക് വേണ്ടി സഹിക്കുകയും ഞാൻ അനുകരിക്കുന്നതിന് വേണ്ടി എനിക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. ഈശോയെ, എൻ്റെ അനുദിന ജീവിത വഴികളിൽ ഞാൻ കടന്നു പോകുന്ന സഹനങ്ങളെ വിശുദ്ധിയോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ കൈകാര്യം ചെയ്യാൻ ശക്തിയും ബലവും എനിക്ക് വേണം.
പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികളെ നമ്മുടെ യുക്തി കൊണ്ടാണ് നമ്മൾ നേരിടുന്നത്. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, ഇന്നത്തെ നിന്റെ പ്രശ്നത്തെ നീ എങ്ങനെയാണ് നേരിടുന്നത്? യുക്തി കൊണ്ട്, കണക്ക് കൂട്ടി, ലോകത്തിൻ്റെ ചിന്ത കൊണ്ട് നീ യുദ്ധം ചെയ്യരുത്. വിശ്വാസം കൊണ്ട് വേണം നീ അവയെ നേരിടാൻ. കർത്താവേ, ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ നിന്ന് ഞങ്ങൾ ഈ വരം ചോദിച്ച് മേടിക്കുകയാണ്, വിശ്വാസ വരം. 2 കരങ്ങളും ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിൽ പലരും യുക്തി കൊണ്ട് ചിന്തിച്ച് വല്ലാണ്ട് ഭാരപ്പെടുന്ന സ്വഭാവം നമുക്കുണ്ട്. ഇതാ ഈശോ നിന്നെ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം, നിന്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഇതാ യേശു നൽകുന്ന വലിയൊരു കൃപയുണ്ട്. അതെന്തെന്നറിയോ? നിന്റെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കേണ്ട ഒരു കൃപയാണ്. നിന്റെ ജീവിതത്തിലുടനീളം വിശ്വാസം കൊണ്ട് നീ ഈ പ്രശ്നത്തെ നേരിടണം. വിശ്വാസം കൊണ്ട് ഈ പ്രശ്നത്തെ നീ നേരിടണം. സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അസ്വസ്ഥപ്പെടരുത്, ഭാരപ്പെടരുത്. ഈ പ്രശ്നത്തെ നേരിടാൻ നിനക്ക് സ്വയം ഒരു ശക്തി വേണം. ഗെത്സമീൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? സ്വയം ബലപ്പെട്ടതാണ്. നിനക്കും അതുപോലെ ഒരു ബലം കിട്ടണം. ഓരോ വ്യക്തിയും 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവെ, എനിക്കും ഒരു ബലം കിട്ടണം. എൻ്റെ പ്രതിസന്ധികളെ, എൻ്റെ അസ്വസ്ഥതകളെ നേരിടാനുള്ള ബലം എനിക്ക് കിട്ടണം. കർത്താവെ, ക്ഷമയോടെ നേരിടാനുള്ള ബലം എനിക്ക് വേണം. ക്ഷമ വേണം, ക്ഷമ. കർത്താവെ, ഈ ക്ഷമയോടെ നേരിടാനുള്ള ഒരു ബലം എനിക്ക് വേണം. എൻ്റെ ഉള്ളിൽ അരിശം, ദേഷ്യം, അസ്വസ്ഥതയുണ്ട്. പലപ്പോഴും കർത്താവെ, ഞാനത് പ്രകടമാക്കുന്നു. എന്നാൽ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈശോയെ, ഈ അൾത്താരയിൽ നിന്ന് ക്ഷമിക്കാനുള്ള ബലം വേണം. കർത്താവെ, ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, എൻ്റെ സഹനത്തെ, എൻ്റെ പ്രതിസന്ധിയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഈ കണ്ണുനീരിനെ ഒരു സ്നേഹമായിട്ട് മാറ്റാൻ കർത്താവെ എന്നെ പഠിപ്പിക്കണമേ. കർത്താവെ, എന്നെ പഠിപ്പിക്കണമേ. കുടുംബത്തിലുള്ളവരോട് സ്നേഹം പ്രകടിപ്പിക്കാൻ കർത്താവെ എനിക്ക് കൃപ വേണം. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു ഇതൊരവസാനമല്ല. ഞാൻ ഇന്ന് കടന്നു പോകുന്ന ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകും. യെസ്, എത്ര വലിയ ചെളിക്കുണ്ടിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിലും, എത്ര ആഴപ്പെട്ട കിണറിലാണ് നീ കിടക്കുന്നതെങ്കിലും, എത്രമേൽ ചിലന്തി വല പോലെ നിന്റെ ജീവിതത്തെ ഇങ്ങനെ വിരിഞ്ഞു മുറുക്കിയിട്ടുണ്ടെങ്കിലും, എത്ര കെട്ടുപൊട്ടിക്കാൻ ശ്രമിക്കും തോറും കെട്ടുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും, നീ വിശ്വസിക്കുക, ഇതൊരവസാനമല്ല. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. 2 കരങ്ങളും അങ്ങനെ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് എല്ലാവരും ഒരല്പസമയം ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ ശരീരത്തിലേക്ക് ഒരു അഭിഷേകം നിറയട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലേക്കും അഭിഷേകം നിറയട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല, നിനക്ക് വേണ്ടി തന്നെ നീ പ്രാർത്ഥിച്ചേ. നീ ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് ബലം പ്രാപിച്ചേ. നിന്റെ ഹൃദയത്തിലേക്ക് അഭിഷേകം നിറയട്ടെ. നിന്റെ ശരീരത്തിലേക്ക് അഭിഷേകം നിറയട്ടെ. നിന്റെ ഭാരങ്ങൾ കർത്താവ് മാറ്റട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നാവ് തുറന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഈ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അഭിഷേകം ചെയ്യണം. എനിക്ക് ബലം വേണം. കർത്താവേ, എനിക്ക് കൃപ വേണം. ഈ പ്രതിസന്ധികളെ നേരിടാൻ കർത്താവേ, എനിക്ക് കൃപ വേണം. ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ.